പ്രിയങ്കരായ വേദിയിലുള്ള നമ്മുടെ നേതാക്കൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കളൊക്കെ ഇന്ന് ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറിയുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, അതിൻ്റെ സീനിയർ നേതാക്കന്മാർ, വൈസ് പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിമാർ, നമ്മളെ വനിതാ ലീഗിൻ്റെ, അതുപോലെ എല്ലാവരും ഇവിടെ സ്വാഗതം ചെയ്യപ്പെട്ട, ഞാൻ ആവർത്തിക്കുന്നില്ല, സമുന്നതരായ നേതാക്കളൊക്കെ ഇന്ന് ഈ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണനോടുള്ള ബഹുമാനമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ്റെ ഓർമ്മ എല്ലാവർക്കും ആദരവ് ഉളവാക്കുന്ന ഒന്നാണ്. അതുതന്നെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ ലീഡേഴ്സിൻ്റെയും സാന്നിധ്യം വിളിച്ചോതുന്നത് അതാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ അറിയാം, അതിൻ്റെ ആരംഭ കാലം തൊട്ട് തന്നെ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ, അതുപോലെ തന്നെ പിന്നോക്കക്കാർ, ദളിതർ, അവരുടെയൊക്കെ പ്രശ്നങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉയർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് സ്ഥാപിച്ച കാലത്ത് തന്നെ അതിൻ്റെ നിയമസഭയിൽ ശ്രീ ചടയനെ പോലെ ഉള്ള MLA വന്നത്. കാരണം ആദ്യകാലം തൊട്ട് തന്നെ ഈ നാട്ടിലെ ദളിതർ ചൂഷണം ചെയ്യപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ പിന്നോക്ക OBC, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, അവർ ചൂഷണം ചെയ്യപ്പെടുന്നവരാണ്. അവരൊക്കെ റിസർവേഷൻ കൊടുക്കണം, അവർക്ക് റിസർവേഷൻ വേണം. അതുപോലെ തന്നെ ദളിത് ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ദീർഘകാലം നിലനിന്ന ഒരു രാജ്യത്ത് അവർക്കെല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കണം എന്നുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആശയമായിരുന്നു, ആദർശമായിരുന്നു. അതിൽ നിന്ന് ഒരു കാലത്തും മുസ്ലിം ലീഗ് വ്യതിചലിച്ചിട്ടില്ല. ഒരു ദിവസം മുമ്പ് മമ്പുറത്ത് അന്നദാന ചടങ്ങുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ആബിദ് ഹുസൈൻ തങ്ങളും ഞങ്ങളൊക്കെ അതിൽ സംബന്ധിച്ചിരുന്നു. ആ സമയത്ത് അന്നദാനത്തിൻ്റെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ്റെ മകൻ ഉണ്ണികൃഷ്ണനാണ് അവിടെ അന്നദാനത്തിന് ഒരു ഭാഗത്ത് റോള് വഹിച്ചിരുന്നത്. മകൻ മിഞ്ഞാന്ന് അവിടെ ഉണ്ടായിരുന്നു, ആ ചടങ്ങിലുണ്ടായിരുന്നു. ചരിത്രമാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. മമ്പുറം തങ്ങളുടെ കാലം തൊട്ട്, മുക്കോയത്തങ്ങളുടെ എല്ലാവരുടെ കാലം തൊട്ടും ഒക്കെ തന്നെ ഇവിടെ ഉള്ള വിവിധ സമുദായങ്ങൾ, പ്രത്യേകിച്ച് മൈനോറിറ്റി മുസ്ലിം ന്യൂനപക്ഷവും ദളിത് ജനവിഭാഗങ്ങളൊക്കെ തമ്മിൽ വലിയ ഐക്യത്തോടു കൂടിയും അതുപോലെ തന്നെ പൊതുകാര്യങ്ങളിലൊക്കെ യോജിച്ചുമാണ് പോയിരുന്നത് എന്നുള്ള ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ്, ഒരു ചടങ്ങായി ഞാൻ അതിനെ കാണുക. ആ കാലം തൊട്ട്, ഇത് പുതിയതല്ല, പഴയ കാലം തൊട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, പിന്നോക്കക്കാർ, അതുപോലെ തന്നെ ദളിതർ, അവസര ജനവിഭാഗങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സമാനമാണ്, ഒരേ രീതിയിലുള്ളതാണ്. ഒരു വരേണ്യ വർഗം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഭരിക്കുന്ന ഒരു വർഗം. അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു മേധാവിത്വം ഈ രാജ്യത്ത് ഉണ്ടായിരുന്നത് ഒരു വസ്തുതയാണ്. അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ഭരണ സംവിധാനമാണ് കേന്ദ്രത്തിൽ ഉള്ളത്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ അവിടെ ദളിത് ജനവിഭാഗങ്ങൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക്, SC ST പിന്നോക്കക്കാർക്ക്, അതുപോലെ പറഞ്ഞാൽ ഒതുങ്ങാത്തത്ര വിഭാഗങ്ങൾ ഉണ്ട് തമിഴ്നാട്ടിലൊക്കെ, ജാതീയമായി വേർതിരിക്കപ്പെട്ടവർ. അവരൊക്കെ BJPയോടും അതുപോലെയുള്ള രാഷ്ട്രീയ സംഘടനകളോടും ഒക്കെ അയിത്തം കൽപ്പിച്ച് മാറി നിൽക്കുന്നതിൻ്റെ കാരണം ചരിത്രപരമായ ഈ വസ്തുതയാണ്. പക്ഷെ അതിനെതിരായി പോരാടിയ ആളായിരുന്നു ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അണ്ണാദുരയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ പോരാട്ടം എന്ന് പറയുന്നത് വളരെ കാലമായിട്ട് ഉള്ളതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ DMK ആയാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൽ ഒരു സഖ്യകക്ഷിയാണ്. ഇവിടെ കേരളത്തിലായാലും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂനപക്ഷ ദളിത് ഐക്യം നിലനിർത്തി പോകുന്ന ചരിത്രമാണ് ഉള്ളത്. അതാത് കാലഘട്ടങ്ങളിലൊക്കെ അതിൻ്റെ ലീഡർഷിപ്പിൽ ഒരുപാട് നേതാക്കന്മാർ വന്നു പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓർമ്മിക്കുന്ന ശ്രീ ഉണ്ണികൃഷ്ണൻ മാതൃകാപരമായി ആ കർത്തവ്യം നിർവഹിച്ച ഒരാളായിരുന്നു. പാണക്കാട് കുടുംബമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, ഞങ്ങളൊക്കെയായുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദ ബന്ധം,
അതുപോലെ തന്നെ പാർട്ടിയോടുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ കൂറ് എല്ലാ കാലങ്ങളിലും പാർട്ടി പദവി ഒന്നും നോക്കാതെ മത്സരിച്ച് തോറ്റ സമയം ഉണ്ടായിട്ടുണ്ട്, മത്സരിച്ച് ജയിച്ച സമയം ഉണ്ടായിട്ടുണ്ട്, പദവി ഉള്ള സമയം ഉണ്ടായിട്ടുണ്ട്, പദവി ഇല്ലാത്ത സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഉണ്ണികൃഷ്ണൻ മാറിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ ഏത് സമയത്തും ഒരേപോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം, ഇപ്പം മകനും ഒക്കെ അങ്ങനെ തന്നെ അതേപോലെ ഇപ്പോൾ മക്കളും കുടുംബമൊക്കെ നമുക്ക് നല്ലപോലെ അറിയുന്നവരാണ്, നമ്മളെപ്പോഴും കാണുന്നവരാണ്. അവരൊക്കെ നമുക്കറിയാം, അവരൊക്കെ ഇപ്പോഴും അതേ പാതയിൽ ഉറച്ച് നിൽക്കുന്നവരാണ്. ദളിത് ലീഗ് വളരെ ശക്തമായി ഇപ്പോൾ അതിൻ്റെ ഭാരവാഹികൾ, ഞാൻ അവരൊക്കെ പേരെടുത്ത് അഭിസംബോധന ചെയ്തില്ല എന്നേ ഉള്ളൂ, സമയ ദൗർബല്യം കൊണ്ട്. അവരൊക്കെ ഈ വേദിയിലുണ്ട്. ദളിത് ലീഗ് വളരെ ശക്തമായി ഇപ്പോൾ ആ വഴി പിന്തുടർന്നുകൊണ്ട് ശക്തമാക്കുകയാണ്. അതുതന്നെയാണ് ഉണ്ണികൃഷ്ണനോട് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആദരവ്. ഉണ്ണികൃഷ്ണൻ്റെ കാര്യത്തിൽ വളരെ നിർഭാഗ്യകരമായി അദ്ദേഹം കൂടുതൽ ഉന്നതിയിലേക്ക് പോകാൻ വേണ്ടി, പറക്കാൻ വേണ്ടി ചിറക് വിടർത്തി നിൽക്കുന്ന സമയത്താണ് വാസ്തവത്തിൽ മാരകമായ രോഗം ശ്രീ ഉണ്ണികൃഷ്ണനെ പിടികൂടുകയും അദ്ദേഹം നമ്മെ വിട്ടുകയും പോവുകയും ചെയ്തത്. അത് ദുഃഖകരമായ കാര്യമാണ്, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ദളിത് ലീഗ് സംഘടന ശക്തമാക്കലാണ്. സംഘടന ശക്തമാക്കി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത്. അദ്ദേഹം ജയിച്ച സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ നിന്ന് വൻ ഭൂരിപക്ഷത്തോടു കൂടി സ്ഥാനാർത്ഥി ജയിച്ചതൊക്കെ അതിൻ്റെ സൂചനയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, അത് കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ഈ നാട്ടിൽ ഈ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഉള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിൽക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ സംഘടന ദളിത് ലീഗ് അത് വളരെ ശക്തമാക്കി കൊണ്ടുപോകുന്നതിന് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാറുള്ളത്. ഉണ്ണികൃഷ്ണൻ്റെ ഓർമ്മക്ക് ഉണ്ണികൃഷ്ണനോട് ആദരവ് പ്രകടിപ്പിക്കൽ അങ്ങനെ ആയിരിക്കണം. ഉണ്ണികൃഷ്ണൻ പ്രതിദാനം ചെയ്ത സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം. ശ്രീ യു സി രാമൻ ഒക്കെ കോഴിക്കോട് ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം. അങ്ങനെ ഇവിടെ മലപ്പുറം ജില്ലയിലെ ഭാരവാഹികൾ, സംസ്ഥാന ഭാരവാഹികൾ, അവരൊക്കെ വളരെ ശക്തമായി അറിയപ്പെടുന്ന തരത്തിൽ തന്നെ, ഇന്ത്യ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന തരത്തിൽ തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു സംഘടനയാണ് ദളിത് ലീഗ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസിനും അതിൻ്റെ ലക്ഷ്യത്തിനും അതിൻ്റെ സംഘടനക്കുമൊക്കെ ഉതകുന്ന രീതിയിൽ വളരെ അഭിമാനകരമായ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തി വരുന്നത്. എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇന്നത്തെ അനുസ്മരണ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളും അതുപോലെ തങ്ങളൊന്നും സ്ഥലത്തില്ലാതായിപ്പോയി എങ്കിലും ശരി, ബാക്കി എല്ലാ നേതാക്കളും ഇവിടെയുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. ജയ്.